അർജുനായുള്ള തിരച്ചിൽ ഉണ്ടായേക്കില്ല. കരസേന മാത്രമാണ് തിരച്ചിൽ നടത്തുക. നദിയിൽ തിരച്ചിൽ ഉണ്ടാവില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. അതോടൊപ്പം തന്നെ തൃശൂരിൽ നിന്ന് ഡ്രെഡ്ജിംഗ് എത്തുകയാണ് അർജുനായുള്ള തിരച്ചിലിനായിട്ട്. ഡ്രെഡ്ജിംഗിൽ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. എന്തായാലും ഈ ഡ്രെഡ്ജിംഗ് എത്തിക്കാനുള്ള ശ്രമം തുടരുന്നതിനിടെ ഈ ഡ്രെഡ്ജിംഗ് ഓപ്പറേറ്ററുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. മെഷീന്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ 6.7 മീറ്റർ ആണ് അതിന്റെ ലെങ്ത് പറയുന്നത്. അതിന്റെ വിഡ്ത്ത് 3.5 മീറ്റർ, ഹൈറ്റ് 2.9 ടോട്ടൽ ഹൈറ്റ്. അതിന്റെ എക്സ്കവേഷൻ കപ്പാസിറ്റി 4.5 മീറ്റർ ആണ്. പിന്നെ 2 സ്റ്റെബിലൈസർ കൊടുത്തിട്ടുണ്ട്. സ്റ്റെബിലൈസറിന്റെ നീളം 5.5 മീറ്റർ ആണ്. അത് എക്സ്റ്റൻഡബിൾ ആണ്. 6.5 മീറ്റർ വരെ എക്സ്റ്റൻഡബിൾ ആണ്. പിന്നെ അതിനൊരു സെൻട്രൽ ഒരു പ്രൊപ്പൽഷൻ ഉണ്ട്. സെൽഫ് പ്രൊപ്പലിംഗ് യൂണിറ്റ് ആണ്. ഒരു 4 നോട്ട് വരെ കൺട്രോൾഡ് ആയിട്ട് അതിന് സഞ്ചരിക്കാൻ സാധിക്കും. 5-6 വരെ ഓക്കെയാണ്. 4 നോട്ട് വരെ സ്പീഡിൽ കൺട്രോൾഡ് ആയി അതിന് മൂവ് ചെയ്യാൻ പറ്റും. ഇതിന് ഡീറ്റാച്ചബിൾ ആയ 2 ബക്കറ്റ് കൊടുത്തിട്ടുണ്ട് സ്പെഷ്യൽ അപ്ലിക്കേഷന് വേണ്ടിയിട്ട്. ഒന്ന് വീട് ക്ലീനിങ് ബക്കറ്റും ഒന്ന് നോർമൽ 0.24 ക്യൂബിക് മീറ്ററിന്റെ ഒരു ബക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ. നമ്മൾ എത്ര ആഴത്തിലും മറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റും? ഞാൻ പറഞ്ഞതുപോലെ 4.5 മീറ്റർ വരെ അത് ഡ്രഡ്ജ് ചെയ്യാൻ പറ്റും. സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ടും ചെയ്യാണ്ടും നമുക്കത് ഡ്രഡ്ജ് ചെയ്യാൻ പറ്റും. സ്റ്റെബിലൈസ് ചെയ്തിട്ടാണെങ്കിൽ 6 മീറ്റർ വരെ താഴത്തിൽ നമുക്കത് സ്റ്റെബിലൈസർ യൂസ് ചെയ്തിട്ട് സ്പഡ് യൂസ് ചെയ്തിട്ട് നിർത്തിയിട്ട് നമുക്കത് വേണമെങ്കിൽ ഡ്രഡ്ജ് ചെയ്യാം.